ഇതിൽ നിന്ന് നമുക്കൊരു രക്ഷ വേണമെങ്കിൽ നമുക്ക് വേണ്ട ഒന്നാമത്തെ കാര്യം, ഈ ഇരുകാലികളെ പേടിച്ചിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ പേടിക്കുവാണെങ്കിൽ അള്ളാനെ പേടിക്കണം. പടച്ച റബ്ബിനെയല്ലാതെ ഈ ലോകത്ത് ഒരുത്തരെയും പേടിക്കരുത്. പേടിച്ച പിന്നെ അള്ളാഹ് സഹായിക്കില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ബഹുമാന്യനായ എനിക്ക് മുമ്പ് പ്രസംഗിച്ച പ്രായമുള്ള ഉസ്താദ് അല്ലേ, തങ്ങൾ ഉസ്താദ്, അവിടെ നിന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ലുഖ്മാനിലെ ഒരു ആയത്ത് ഓതി. ആ ആയത്തിന്റെ നാളെ നിനക്ക് എന്ത് സംഭവിക്കുമെന്ന് അള്ളാഹ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്ന് ഖുർആൻ ആയത്തല്ലോ. സിറാജ് ഉമ്മാടെ വയറ്റിൽ കിടന്ന് 3 മാസം കഴിഞ്ഞപ്പോ ഒരു മലക്ക് വന്നിട്ട് എഴുതി വെച്ചു, സിറാജ് നീ ഇത്ര കൊല്ലം ജീവിക്കും, ഞാൻ എത്ര വർഷം ജീവിക്കുമെന്ന് എന്റെ ഉമ്മാടെ വയറ്റിൽ കിടന്നപ്പോ ഒരു മലക്ക് എഴുതി വെച്ചു. ഇന്ന് നിങ്ങളുടെ നാട്ടിൽ ഞാൻ തിന്നേണ്ട ഭക്ഷണത്തിന്റെ മുകളിൽ അള്ളാഹു എന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോ ചോറ് കഴിച്ചിട്ടാ വരണേ, അതെന്റെ പേരെഴുതിയത് കൊണ്ടല്ലേ ഞാൻ വന്ന് കഴിച്ച്. എന്റെ ഭാര്യയാരാ, എനിക്ക് എത്ര മക്കളുണ്ട്, ഞാൻ എത്രാമത്തെ വയസ്സിൽ എവിടെ കടന്ന് എങ്ങനെ മരിക്കും, ഉമ്മാടെ വയറ്റിൽ കിടന്നപ്പോ അള്ള എഴുതി വെച്ചതാ. ഇത് നരേന്ദ്രമോദി വിചാരിച്ച തട്ടിമാറ്റാൻ പറ്റുമോ? അമിത്ഷാ വിചാരിച്ച തട്ടിമാറ്റാൻ പറ്റുമോ? ഇല്ലല്ലോ. അത് അള്ള എന്റെ ഉമ്മാടെ വയറ്റിൽ കിടന്നപ്പോ തീരുമാനിച്ചതാ. ഞാനത് അള്ളാഹ് വിശ്വാസം ഉണ്ടെങ്കിൽ ഞാനത് അനുഭവിച്ചേ പറ്റൂ. അള്ളാന്റെ തീരുമാനം അടിമ എന്ന രീതിയിൽ ഞാൻ അംഗീകരിച്ചേ പറ്റൂ. അതുകൊണ്ട് ഇനി കടലിലാണെങ്കിലും കരയിലാണെങ്കിലും ജയിലിലാണെങ്കിലും ഹോസ്പിറ്റലിലാണെങ്കിലും വീട്ടിലാണെങ്കിലും എനിക്ക് ഒരേ ഒരു ആഗ്രഹമുള്ളൂ, പോകുമ്പോ നല്ലതുപോലെ പോകണം. അത് എവിടെ വെച്ചാണെങ്കിലും അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാ, അള്ളാനെ ഭയക്ക്, വേറെ ഒരുത്തനെയും ഭയക്കരുത്. 1. 2, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാമത്തെ കാര്യം, അള്ളാഹുവിനെ കുറിച്ചൊരു നല്ല പ്രതീക്ഷ വെക്ക്. അള്ളാഹ് ആരാ താത്താമാരെ? 313 സ്വഹാബത്ത് ബദറിന്റെ രണാങ്കണത്തിൽ പോയപ്പോ ഒടിഞ്ഞ വാളും കുന്തവും മെലിഞ്ഞ ശരീരവും ഒട്ടിയ വയറും 313 എണ്ണവേ ഉണ്ടായിരുന്നുള്ളൂ. ഈ എതിരെ നിൽക്കണവന്മാര് തലേ ദിവസം വരെ ഒട്ടകത്തെ അറുത്ത് കള്ളും കുടിച്ച് ചുട്ടു തിന്ന് വ്യഭിചരിച്ച് പാട്ടും പാടി സുഖിച്ചു നിന്ന ആരോഗ്യവാന്മാരുടെ മുന്നിലേക്ക് 313 പേര് പോയപ്പോ അവർക്കറിയായിരുന്നു അല്ലാഹ് നമ്മളെ കൈവിടൂലെന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കും വേണ്ടതാ. നിങ്ങൾ ആലോചിച്ചു നോക്ക്, നമ്മുടെ കൂടെയുള്ള അല്ലാഹ് ആരാ? നമ്മുടെ കൂടെയുള്ള അല്ലാഹ് ആരാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കരഞ്ഞ അല്ലാഹ്ക്ക് സഹിക്കോ? അല്ലാഹ്ക്ക് സഹിക്കില്ല. അല്ലാഹ്ക്ക് നമ്മളെ വല്ലാത്ത ഇഷ്ടമാ. സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങൾ ചിന്തിക്ക്. ന്യൂനപക്ഷമാണ് നമ്മൾ, ശരി തന്നെ. പക്ഷേ എല്ലാ കാലഘട്ടത്തിലും ന്യൂനപക്ഷങ്ങൾ ജയിച്ചിട്ടേ ഉള്ളൂ, തോറ്റ ചരിത്രം ഇല്ലല്ലോ. അല്ലാഹ് നമ്മുടെ കൂടെ ഇല്ലേ? ഇവന്മാരൊക്കെ വലിയ ഇവന്മാരുടെയൊക്കെ വാപ്പാമാരുടെ ഒരുത്തനുണ്ട്. നിങ്ങൾ പോയി നോക്കിയാൽ കാണാം, ഈജിപ്തിന്റെ മ്യൂസിയത്തിൽ കിടക്കുന്നുണ്ട് ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി. ഓനെ അള്ളാഹ് അവിടെ എടുത്ത് കടത്തിയിരിക്കുക. എന്തിന്? ഇങ്ങനെയുള്ളവന്മാർക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയി കാണാൻ വേണ്ടി. ഓന ആരാന്നറിയാവോ? തനിക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു കുട്ടി ജനിക്കുമെന്നറിഞ്ഞപ്പോൾ ബനൂ ഇസ്രയേൽ ജനിക്കുന്ന എല്ലാ ആൺകുഞ്ഞുങ്ങളെയും പ്രസവിച്ച ഉടനെ കൊന്നുകളയും. ആൺകുഞ്ഞിനെ പ്രസവിച്ച അപ്പൊ തന്നെ പോയി കൊന്നുകളയും. പക്ഷെ അവനെതിരെ പ്രവർത്തിക്കേണ്ട മൂസാ നബി അള്ളാഹു എവിടെ കടത്തിയ? ഓന്റെ മടിയിൽ. ഫിർഔനിന്റെ മടിയിൽ കിടന്നിട്ടാ മൂസാ നബി വളർന്നത്. ഫിർഔൻ ഉണ്ടാക്കി കൊടുത്ത ഭക്ഷണം കഴിച്ചിട്ടാ മൂസാ നബി വളർന്നത്. അള്ളാഹ് ഇപ്പോഴില്ലേ? അള്ളയില്ലേ? നിങ്ങൾ ആലോചിക്കുക, ആ അള്ളാഹ് ഇപ്പോഴും ഉണ്ട്. പക്ഷെ പ്രതീക്ഷയില്ലാതെ പോയത് നമുക്കാ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 3, ലോകത്തിലെ ഏറ്റവും വലിയ ആയുധം എന്താ? ആറ്റം ബോംബ, മിസൈല അല്ല. പൊട്ടാസ് പൊട്ടിക്കണ പോലെ പ്രകടനം നടത്തുന്നവരുടെ മുന്നിൽ ഇങ്ങനെ പൊട്ടിച്ച് കാണിക്കുമാര് പൊട്ടന്മാര്. പ്രകടനം വരുമ്പോ ഇങ്ങനെ പൊട്ടിച്ച് കാണിക്കുക. ആദ്യം കുറച്ച് പുകയ്ക്കുക, കുറച്ച് വെള്ളം ഒഴിക്കുക, ഇതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തിലെ ഏറ്റവും വലിയ ആയുധം എന്തെന്നറിയോ? 2 റക്അത്ത് അങ്ങോട്ട് നിസ്കരിച്ചിട്ട് നിസ്കാരപ്പായിലിരുന്നിട്ട് ഈ കൈ 2 ഇങ്ങനെ അങ്ങോട്ട് നേരെ അള്ളാന്റെ മുന്നിലൊന്ന് നീട്ടണം. എന്നിട്ട് ഒരൊറ്റ പറച്ചില് പറഞ്ഞു വയ്ക്കുക. 25 കോടി മുസ്ലിമീങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തുണ്ടെന്ന. ഈ 25 കോടിയിൽ കുറച്ചൊക്കെ തള്ളിക്കളഞ്ഞാലും എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു 10 കോടിയെങ്കിലും യഥാർത്ഥ മുസ്ലിമീങ്ങൾ ഉണ്ടാവുമല്ലോ. 2 റക്അത്ത് നിസ്കരിച്ചിട്ടെ ഒരു വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞിട്ട് പടച്ചവനൊരു വിളി വിളിച്ചു നോക്കിയേ, പിന്നെ പൊടി പോലും കാണൂല ഒരുത്തന്റെ. ഒറ്റ ഒരുത്തന്റെ ഒന്നും കാണൂല. ഒരൊറ്റ ദുആ മതി സഹോദരങ്ങളെ, സഹോദരിമാരെ.
അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഏറ്റവും വലിയ ആയുധം പ്രാർത്ഥനയാണ്. അത് കൈവച്ചിട്ട് എന്തിനാ വെറുതെ ഇങ്ങനെ സമയം കളയണേ? അപ്പൊ അള്ളാഹിനോട് പറ, പടച്ചോനെ നീയെ ഞങ്ങൾക്കുള്ളൂ, നീയാ ഞങ്ങളുടെ റബ്ബ്, നിന്നെ മാത്രമേ പേടിയുള്ളൂ, നീ കൈവിടില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ബിസ്മില്ല നിന്നെ ഏൽപ്പിച്ചിരിക്കുക. ഈ കാര്യങ്ങൾ അള്ളാന്റെ മുന്നിലോട്ട് ഈ 3 കാര്യങ്ങളൊന്ന് വെച്ച് നോക്ക്. പൗരത്വ ബില്ലും പോയി, എല്ലാ ബില്ലും പോയി, ഒന്നും കാണൂല. അള്ളാഹു നമുക്കത് കാണാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ആളുന്ന തീ പെട്ടെന്ന് അണയും. ശരിയാ, ഇപ്പൊ ഇവരുടെ കയ്യിലാ എല്ലാം, ഇവരുടെ കയ്യിലാണ് പടച്ചവനെ. ഇപ്പൊ എല്ലാരും ഇവരുടെ കയ്യാ. ആരെങ്കിലും എതിരായ പടക്കം പൊട്ടിക്കണ പോലെ പേടിപ്പിക്കും. അത് തന്നെ. ഇപ്പൊ നമ്മൾ ഈ പറയണ കേട്ടാലും നാളെ ചിലപ്പോൾ നമുക്ക് നോട്ടീസ് വരും. ഇതൊക്കെ തന്നെ അവസ്ഥ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പേടിപ്പിച്ച് എത്ര നാളിരുത്തും? ആളുന്ന തീ പെട്ടെന്ന് അണയും താത്താമാരെ. ഇപ്പൊ കത്തട്ടെ, അമ്മാരെ സമയവാ, നല്ലതുപോലെ കത്തിക്കോട്ടെ. അവസാനം എന്ത് ചെയ്യും? അണയും ഇത്തിരി കഴിയുമ്പോ പെട്ടെന്ന് അണയും. നാണം കെട്ട് ഇറങ്ങി പോകുന്നത് നമുക്കൊക്കെ കാണാം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ നിങ്ങളൊക്കെ ഹാപ്പിയല്ലേ? പൗരത്വ ബില്ലൊക്കെ പോയില്ലേ? ഇത്രയും ഞാൻ എന്തിനാ പറഞ്ഞേ? നിങ്ങളൊന്ന് ഹാപ്പി ആകാൻ വേണ്ടിയാ. അൽഹംദുലില്ലാ. എല്ലാരും ഒന്ന് ചിരിച്ചേ, ഒന്ന് ചിരിക്കറോ താത്താമാരൊക്കെ. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. അള്ളാഹു നമ്മുടെയൊക്കെ ആക്കിബത്ത് അവസാനം വിജയിക്കുന്നവരിൽ അള്ളാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ സ്വർഗത്തിൽ പോകാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കൈവെക്കുക. അരക്കയ്യന്മാരുണ്ടോ? സ്വർഗത്തിൽ അരക്കയ്യന്മാരൊന്നും ഇല്ലപ്പാ, ഫുള്ള് അത്തമാരെങ്ങനെ പോവല്ലേ? ഒക്കറോ കൈ. നല്ല മോതിരവും വളയും ചെയിനും ഒക്കെ കൈ കിടക്കുന്നുണ്ട്. എല്ലാം ഇന്ന് ഊരി ഇങ്ങോട്ടതാ. ഇനി എന്തിനാ വല്ലവനും കൊടുക്കണേ? എന്തിനാ? ആ കൊണ്ടുവന്നത് മുഴുവനും ഊരിയിട്ട് വല്ല പെമ്പിള്ളാർക്കും കൊടുത്തിട്ട് പോ, അവര് ജീവിക്കട്ടെ. നീ പോ, നിന്റെ സമയം എന്തായാലും ആയല്ലോ, പൊക്കോളി ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്കൊക്കെ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിലെ വലിയ ഒരു മോഹമാണ് സ്വർഗത്തിൽ പോകണം. ഈ അഴീക്കോട് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് 5 നേരം നിസ്കരിച്ചുകൊണ്ട് പടച്ച റബ്ബിനെ പേടിച്ച് നടക്കുന്ന ഒരാണും ഒരു പെണ്ണും അവരുടെ ആഗ്രഹം സ്വർഗത്തിൽ പോണമെന്ന. എന്നാ വെള്ളിയാഴ്ച ദിവസം പോലും അഴീക്കോട് പള്ളി കയറൂല. പട്ടച്ചാരായ വടിച്ചിട്ട് അടക്കും. തല മറയ്ക്കുന്നത് പോയിട്ട് വേറെ പലതും മറക്കാറില്ല. ഓളിങ്ങനെ തേരാപാര റോഡിലൂടെ നടക്കാം. അവളെടുക്ക് 10 സിമ്മും ഉണ്ട്. ഓളുടെ ആഗ്രഹം എന്താ? സ്വർഗത്തിൽ പോകണമെന്ന്. അപ്പൊ അള്ളാഹുവിനെ പേടിച്ച് നടക്കുന്ന ഒരാളുടെ ആഗ്രഹം സ്വർഗത്തിൽ പോകണം. അള്ളാഹിനെ പേടിക്കാതെ അഹങ്കാരിയെ പോലെ നടക്കുന്നവന്റെ ആഗ്രഹവും സ്വർഗത്തിൽ പോകാനാ. എല്ലാവരും ആഗ്രഹിക്കുന്നത് സ്വർഗത്തിൽ പോകണം. എല്ലാവർക്കും സ്വർഗത്തിൽ പോകണം. എന്താപ്പാ, എല്ലാവർക്കും കയറിപ്പോകാനുള്ള ആശ്രമം അല്ലല്ലോ സ്വർഗം. അതുകൊണ്ടല്ലേ അള്ളാഹ് ചോദിച്ചത്, ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗം വെറുതെ കിട്ടുമെന്ന് നിനക്ക് ആരാ പറഞ്ഞത്? വെറുതെ കിട്ടൂല എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? എല്ലാവർക്കും ആഗ്രഹം സ്വർഗത്തിൽ പോകണം. എന്നാൽ സ്വർഗത്തെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും അറിയോ? ഒന്നും അറിയില്ല. എന്താ സ്വർഗം എന്ന് വെച്ചാൽ വായും തുറന്നിരിക്കാനല്ല, കൈമലർത്താനല്ല. എന്താ പറ്റുക? സ്വർഗം എന്ന് പറഞ്ഞ എന്താ താത്ത? അള്ളാഹ് പറഞ്ഞ എന്തെന്നറിയോ? നീ നിന്റെ ബുദ്ധി കൊണ്ട് ചിന്തിക്കണ്ട, സ്വർഗം നിനക്ക് തിരിയില്ല. ഒരാള് സ്വർഗത്തെ കുറിച്ച് നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ ചിന്തിച്ച ഒരിക്കലും നമുക്ക് തിരിയൂല. വെറുതെ പറഞ്ഞതല്ല. അതാ ഒരു മരം നിൽക്കണണ്ട, ഇങ്ങനെ ഇത്ര മരങ്ങൾ നിൽക്കുന്നതാണ്ട് ഒരു മരം. സ്വർഗത്തിൽ ഇതുപോലൊരു മരമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിൽ ഒരു തണൽ വൃക്ഷമുണ്ട്. ആ വൃക്ഷത്തിന്റെ ചുവട്ടിലൂടെ ഏറ്റവും കൂടുതൽ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനം അന്നത്തെ കാലഘട്ടത്തിൽ കുതിരയായിരുന്നു. അപ്പൊ ഏറ്റവും കൂടുതൽ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു കുതിരയുടെ മുകളിൽ ഒരു മനുഷ്യന് സ്വർഗത്തിലെ ഇതുപോലെയുള്ള ഒരു മരത്തിന്റെ ചുവട്ടിലൂടെ സഞ്ചരിക്കുകയാ. 100 കൊല്ലം, 100 വർഷം ഒരു വാഹനത്തിൽ ഒരു മരത്തിന്റെ ചുവട്ടിലൂടെ ഒരു മനുഷ്യൻ സഞ്ചരിച്ചു. പക്ഷേ ലാ യഖ്തഉഹ, അവൻ അത് വിട്ടുകിടക്കാൻ പറ്റണില്ല. 100 വർഷം ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിൽ സഞ്ചരിച്ചിട്ട് സ്വർഗത്തിലെ ഒരു മരം വിട്ടുകിടക്കാൻ പറ്റണില്ലെങ്കിൽ ആ മരത്തിന്റെ വലിപ്പം എന്തായിരിക്കും? നിലമ്പൂര് തേക്ക നമ്മൾ കണ്ടിരിക്കണ ഏറ്റവും വലിയ മരം. അതല്ലെങ്കിൽ റോഡ് സൈഡിലെ ആലുമരം നിൽക്കുക. ഇതാ നമ്മൾ കണ്ടിരിക്കണ ഏറ്റവും വലിയ മരം. 100 കൊല്ലം ഒരു മനുഷ്യൻ സഞ്ചരിച്ചിട്ട് ഒരു മരം വിട്ടുകിടക്കാൻ പറ്റില്ലെങ്കിൽ ആ മരത്തിന്റെ വലിപ്പം നിന്നെ കൊണ്ട് സങ്കല്പിക്കാൻ പറ്റണോ? അതാ പറഞ്ഞ അള്ളാഹ്, നീ സങ്കല്പിക്കണ്ടെന്ന്. ഈ മരത്തിന്റെ വലിപ്പം ഇതാണെങ്കിൽ ഈ സ്വർഗത്തിന്റെ വലിപ്പം എന്തായിരിക്കും? അതാ സ്വർഗം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ സ്വർഗം പോയി കണ്ടവരുണ്ട്, ആ സ്വർഗത്തിൽ കഴിയുന്നവരുണ്ട്.
എന്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ കഴിയുന്ന 2 പ്രവാചകന്മാരാണ്. ഒന്ന് റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം, ഒന്ന് പറചങ്ങാതി മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം, 2 മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാം. ഈ 2 പ്രവാചകന്മാരും സ്വർഗത്തിൽ ജീവിച്ചിരിക്കുന്ന പ്രവാചകന്മാരാണ്. ഇവരെങ്ങനാ സ്വർഗത്തിൽ പോയേ? നമുക്കെല്ലാവർക്കും ചരിത്രം അറിയാം. ഈസാ നബി സ്വർഗത്തിൽ പോയത് തന്റെ അനുയായികൾ കുരിശിലേക്ക് തറയ്ക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് ഈസാ നബി അള്ളാഹു ആകാശത്തേക്ക് ഉയർത്തി അങ്ങോട്ട് പോയി. ഇനി തിരിച്ചു വരും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ആ ദീർഘവീക്ഷണം വേണം. ചങ്ങനാശ്ശേരിയില് ഒരു വലിയ പള്ളി പണിയുന്നുണ്ട്. ഒരു ക്രിസ്ത്യാനികളുടെ വലിയ കോടിക്കണക്കിന് രൂപയാ ആ പള്ളിക്ക്. കോടിക്കണക്കിന് രൂപയുടെ പള്ളി പണിയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പോയപ്പോ നമ്മുടെ അടുത്തൊരു ചങ്ങാതി പറഞ്ഞു, ഉസ്താദേ, എത്രയോ കോടി രൂപ, എത്രയുടെ സുൽബി, എത്രയോ കോടി രൂപ, ചെറിയതൊന്നുമല്ല, ഒരുപാട് കോടി രൂപ മുടക്കിയിട്ടാ ഉസ്താദ് ഈ പള്ളി കെട്ടുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് കടയുടെ മുന്നിൽ വെച്ചാ പറഞ്ഞു. അപ്പൊ ഒരു ചെറിയ പയ്യൻ അവിടെ നിന്നിട്ട് പറഞ്ഞു, കെട്ടട്ടെ ഉസ്താദെ, നമുക്കുള്ളതല്ലേ. അതേ പറഞ്ഞ്, കെട്ടട്ടെ ഉസ്താദെ, നമുക്കുള്ളതല്ലേ. അപ്പൊ ഞാൻ ചിന്തിച്ചു, അല്ല, ഈ ക്രിസ്ത്യാനികളുടെ പള്ളി നമുക്ക് എങ്ങനെ ആപ്പാ? അപ്പൊ ഞാൻ ഓനോട് തന്നെ ചോദിച്ചു, എന്താടാ നീ അങ്ങനെ പറഞ്ഞേ? ഈസാ നബി അലൈഹിസ്സലാം വരുമ്പോ ഇതെല്ലാം നമ്മുടെ കയ്യിൽ വരുമല്ലോ. എന്താ പറഞ്ഞേ? ഈസാ നബി അലൈഹിസ്സലാം വരുമ്പോ ലോകം മുഴുവനും മുസ്ലിം ആവില്ലേ? എല്ലാം നമ്മുടെ, അപ്പൊ ഈ പള്ളി നമ്മുടെ കൈ വരൂല്ലേ? അതാ ദീർഘവീക്ഷണം. അല്ലാഹു നമ്മുടെ മക്കൾ എങ്ങനെയാക്കി തരുമാറാകട്ടെ. അല്ലത് വെറുതെ അടക്കലല്ല. അപ്പൊ ഈസാ നബി സ്വർഗത്തിൽ പോയത് ഇങ്ങനെ, എന്നാ ഇദ്രീസ് നബി പോയത് അങ്ങനെ. അറിയോ ചരിത്രം? ഇദ്രീസ് നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ 1,24,000 പരം വരുന്ന ഒരു പ്രവാചകനായ ഇദ്രീസ് നബി. എങ്ങനെ ഇദ്രീസ് നബി സ്വർഗത്തിൽ പോയ ഒരു വലിയ കഥയാ. ഞാൻ പറഞ്ഞുതരാം, ഉറങ്ങിയിരിക്കല്ലേ, ഈ കഥ കേട്ടിട്ടെങ്കിലും ഒന്നും കൂടെ ആവട്ടെ. ഇദ്രീസ് നബി അലൈഹിസ്സലാമും അസ്റായിൽ എന്ന് പറയുന്ന മലക്കും തമ്മിൽ ഒരു സൗഹാർദ്ദമുണ്ടായിരുന്നു, കൂട്ടുകാരെ പോലെ. ഇടയ്ക്കിടയ്ക്ക് അസ്റായിൽ ഇങ്ങനെ കാണാൻ വരും. അപ്പൊ രണ്ടുപേരും തമ്മിൽ വലിയ ഒരു സ്നേഹബന്ധമുണ്ടായി. അപ്പൊ കിട്ടിയ അവസരം, അസ്റായിലല്ലേ കൂട്ടുകാരൻ. അപ്പൊ ഒരിക്കൽ ഇദ്രീസ് നബി ചോദിച്ചു, അസ്റായിലെ, മരണത്തിന് വല്ലാത്ത വേദനയാ അല്ലേ? അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, മരണത്തിന് വല്ലാത്ത വേദനയാ. ഈ മരണത്തിന്റെ വേദന എന്താണെന്ന് എനിക്കൊന്ന് അറിയണം. എന്റെ റൂഹൊന്ന് പിടിക്കുമെന്ന് വെച്ചു. എന്റെ റൂഹ് പിടിക്കണം, എന്നിട്ട് തിരിച്ചെനിക്ക് തന്നാ മതി. അപ്പൊ മരണത്തിന്റെ വേദന എന്താണെന്ന് എനിക്ക് അറിയാൻ പറ്റും. അപ്പൊ എനിക്ക് മരണത്തിന് വേണ്ടി ഒരുങ്ങാൻ പറ്റും. അതുകൊണ്ട് അതിനു വേണ്ടിയല്ല, വേറൊന്നും കൊണ്ടല്ല, എന്റെ റൂഹൊന്ന് പിടിക്കോ. അപ്പൊ അള്ളാഹുവിനോട് അഭിപ്രായം, അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ, ഇദ്രീസ് നബിയുടെ ആഗ്രഹം ഇതാ. അള്ളാഹു പറഞ്ഞു, ഒരു പ്രവാചകനല്ലേ, സാധിച്ചു കൊടുത്തേക്കാൻ പറഞ്ഞു. അങ്ങനെ ഇദ്രീസ് നബിയുടെ റൂഹ് പിടിച്ചു, തിരിച്ചു കൊടുത്തു. എങ്ങനെയുണ്ട് നബിയെ? കൊള്ളാം, ഭയാനകമാണ്. എങ്ങനെയുണ്ട്? ഭയാനകം. രണ്ടാമത് ഇദ്രീസ് നബി പറഞ്ഞു, ഇസ്രായേലേ, നീ എന്റെ ചങ്ങായിയല്ലേ, അള്ളാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകം അത് ഭയാനകമാണെന്ന് അതങ്ങനല്ലേ, എനിക്കൊന്ന് കാണിച്ചു തരുമോ? അള്ളാന്റെ നരകം എനിക്കൊന്ന് കാണിച്ചു തരുമോ? ആ നരകം കണ്ടു കഴിഞ്ഞാൽ രക്ഷപ്പെടാമല്ലോ ഇസ്രായേലേ. അള്ളാനോട് പശ്ചാത്തപിക്കാമല്ലോ, അള്ളാനോട് കാവല് തേടാമല്ലോ. ആ നരകം ഒന്ന് കാണിച്ചു തന്നാ മതി. അതും അള്ളാനോട് പറഞ്ഞപ്പോ അള്ളാഹ് പറഞ്ഞു, പ്രവാചകന്റെ ആഗ്രഹല്ലേ, കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. മൂന്നാമതായിട്ട് ഇദ്രീസ് നബി പറഞ്ഞു, എനിക്ക് ഇനി ഒരൊറ്റ ആഗ്രഹം കൂടെ ഉള്ളൂ, നീ പറ്റില്ല എന്നൊന്നും പറയരുത്, എന്റെ ചങ്ങാതിയല്ലേ, അള്ളാഹുടെ സ്വർഗം ഒന്ന് കാണിച്ചു തരുമോ? അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗം എനിക്കൊന്ന് കാണിച്ചു തരുമോ? വല്ലാത്ത ആഗ്രഹമായി പോയി. എങ്ങനെയെങ്കിലും നീ എനിക്കിത് സാധിപ്പിച്ചു തരണം. അള്ളാഹുവിനോട് ചോദിച്ചപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കൊണ്ടുപോയി ഒന്ന് കാണിച്ചു കൊടുത്തേക്കാൻ പറഞ്ഞു. അങ്ങനെ അള്ളാഹു അനുവാദം കൊടുത്തപ്പോ ഇദ്രീസ് നബിയും അസ്റായിൽ എന്ന് പറയുന്ന മലക്കും രണ്ടുപേരും കൂടെ സ്വർഗത്തിന്റെ മുന്നിൽ പോയി. അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് പറഞ്ഞു, നബിയെ, ഈ കാണുന്നതാണ് സ്വർഗം, നിങ്ങൾ പോയി കണ്ടിട്ട് വാ, എനിക്ക് കയറാൻ അനുവാദമില്ല, എനിക്കതിനകത്ത് കയറാനുള്ള അനുമതിയില്ല. അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് പെട്ടെന്ന് കണ്ടിട്ട് ഇറങ്ങി വരണം കേട്ടോ, ഞാൻ ഇവിടെ നിൽക്കാൻ കേട്ടോ, പോയിട്ട് വരണം കേട്ടോ. ഓക്കെ. ഇദ്രീസ് നബി അലൈഹിസ്സലാം അങ്ങനെ സ്വർഗത്തിന്റെ അകത്ത് കയറിപ്പോയി. ഇദ്രീസ് നബി ഇങ്ങനെ സ്വർഗത്തിൽ കൂടെ നടക്ക, തോട്ടങ്ങളും പഴങ്ങളും പദവികളും കൊട്ടാരങ്ങളും എല്ലാം ഇങ്ങനെ കണ്ട് നടക്ക. അസ്റായിൽ എന്ന് പറയണ മലക്ക് പുറത്തു നിന്നും അടുത്ത് ഈ ചങ്ങാതി ഇറങ്ങി വരുന്നില്ല. സ്വർഗത്തിൽ കയറിപ്പോയി ഇദ്രീസ് നബി ഇറങ്ങി വരുന്നില്ല. അസ്റായിൽ ഇങ്ങനെ നിൽക്കാം. ഒരുപാട് സമയം കഴിഞ്ഞു. അവസാനം അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് വിളിക്കുന്നു, ഇദ്രീസ് നബിയെ, ഇറങ്ങി വാ നബിയെ. ഞാൻ വരൂല. നബി, ഇങ്ങോട്ട് ഇറങ്ങി വാ നബിയെ. ഞാൻ വരൂല. അസ്റായിൽ പറഞ്ഞു, നബി നിങ്ങൾ വരാന്ന് പറഞ്ഞ ഇങ്ങോട്ട് വാ നബിയെ. ഞാൻ വരത്തില്ല, നീ വിളിക്കണ്ട, ഞാൻ വരൂല.
അങ്ങോട്ട് ഇങ്ങോട്ട് തർക്കായി. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ പറഞ്ഞു വിട്ടു. അള്ളാഹിക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല, നമുക്ക് പഠിക്കാൻ വേണ്ടി. പോയിട്ട് എന്താ ഒന്ന് പരിഹരിക്കും, വിഷയം പരിഹരിക്കണമല്ലോ. ഒരു മലക്ക് അസറായിൽ എന്ന് പറയുന്ന മലക്കിന്റെ അടുത്തിട്ട് വന്ന് എന്താ സംഭവം, എന്താപ്പാ ഈ ചങ്ങാതി ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് കയറി പോയിട്ട് ഇറങ്ങി വരണില്ല, ഇതെന്ത് പണിയാ, സ്വർഗത്തിൽ കയറി പോയിട്ട് ഇറങ്ങി വരണില്ല, എന്താ ചെയ്യാ, എനിക്കാണ് അങ്ങോട്ട് കയറി പോകാനും പറ്റൂല. അസറായിൽ മലക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. മലക്ക് ഇദ്രീസ് നബിയുടെ അടുക്ക പോയിട്ട് ചോദിച്ചു, എന്തേ നബി നിങ്ങൾ ഇറങ്ങിപ്പോവാ, നിങ്ങൾ ഇങ്ങനെ അല്ലല്ലോ, നിങ്ങൾ ഇറങ്ങിപ്പോവാന്ന് പറഞ്ഞ് വന്നതല്ലേ, എന്തേ നബി ഇറങ്ങിപ്പോകാത്ത? ഞാൻ പോകൂല, ഞാൻ ഈ സ്വർഗത്തിൽ നിന്ന് പോകൂല. അതെന്തേ? ഞാൻ പോകാത്തതിന് 3 കാരണമുണ്ട്. ഇദ്രീസ് നബി അലൈഹിസ്സലാം പറഞ്ഞ 3 മറുപടി അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്കും, 3 മറുപടി കാണാം. ഒന്നാമതായിട്ട് പറഞ്ഞ മറുപടി, അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഈ ലോകത്ത് വന്നവർ മുഴുവനും മരണത്തിന്റെ വേദന അനുഭവിക്കുമെന്ന് പടച്ച റബ്ബ് പറഞ്ഞിട്ടുണ്ട്. ഈ ലോകത്ത് വന്ന എല്ലാവരും മരണത്തിന്റെ വേദന മലക്ക് ഇദ്രീസ് നബിയുടെ അടുക്ക പോയിട്ട് ചോദിച്ചു, എന്തേ നബി നിങ്ങൾ ഇറങ്ങിപ്പോവാ, നിങ്ങൾ ഇങ്ങനെ അല്ലല്ലോ, നിങ്ങൾ ഇറങ്ങിപ്പോവാന്ന് പറഞ്ഞ് വന്നതല്ലേ, എന്തേ നബി ഇറങ്ങിപ്പോകാത്ത? ഞാൻ പോകൂല, ഞാൻ ഈ സ്വർഗത്തിൽ നിന്ന് പോകൂല. അതെന്തേ? ഞാൻ പോകാത്തതിന് 3 കാരണമുണ്ട്. ഇദ്രീസ് നബി അലൈഹിസ്സലാം പറഞ്ഞ 3 മറുപടി അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്കും, 3 മറുപടി കാണാം. ഒന്നാമതായിട്ട് പറഞ്ഞ മറുപടി, അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഈ ലോകത്ത് വന്നവർ മുഴുവനും മരണത്തിന്റെ വേദന അനുഭവിക്കുമെന്ന് പടച്ച റബ്ബ് പറഞ്ഞിട്ടുണ്ട്. ഈ ലോകത്ത് വന്ന എല്ലാവരും മരണത്തിന്റെ വേദന എന്താണെന്ന് അറിയും, രുചിക്കും, അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഞാൻ അനുഭവിച്ചു ആ മരണത്തിന്റെ വേദന എന്താണെന്ന്. ഒരാൾ ഒരു വട്ടമല്ലേ മരിക്കത്തുള്ളൂ, 2 മരണമുണ്ടോ ഒരാൾക്ക്? ഇല്ലല്ലോ. ഒരാൾ ഒരു വട്ടമല്ലേ മരിക്കൂ. മരണത്തിന്റെ വേദന എന്താണെന്ന് ഞാൻ അനുഭവിച്ചു. 2, അള്ളാഹു പറയുന്നുണ്ട് എല്ലാവരും അവരവരുടെ കണ്ണുകൾ കൊണ്ട് നരകം കാണുമെന്ന് അള്ള പറഞ്ഞിട്ടുണ്ട്. ശരിയാ, ആ നരകം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. നരകം ഞാൻ കണ്ടില്ലേ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. മൂന്നാമതായിട്ട് ഇദ്രീസ് നബി പറഞ്ഞു, സ്വർഗത്തിൽ കയറിയ ഒരാൾ അള്ളാഹു ഇറക്കി വിടാറില്ല. സ്വർഗത്തിന്റെ അകത്ത് കയറിയ ഒരാൾ അള്ളാഹു ഇറക്കി വിടാറില്ല. അതുകൊണ്ട് ഇനി അള്ള എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടുന്നല്ലാതെ ഞാൻ പോവില്ല. അവസാനം അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മറുപടി കേട്ടപ്പോ ആ മലക്കിനോട് പറഞ്ഞു, ആ ചങ്ങാതി അവിടെ തന്നെ വിട്ടേക്കാൻ, നീ നിന്റെ കാര്യം നോക്കിക്കൊള്ളാൻ. അങ്ങനെ ആ മലക്ക് സ്വർഗത്തിൽ പോയത്. ഞാൻ ഈ കഥ പറഞ്ഞ എന്തിനാണെന്നറിയോ? സ്വർഗത്തിൽ പോകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, അത്ര സിമ്പിളായിട്ട് കയറി പോകാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല സ്വർഗം. ആ സ്വർഗം തുറക്കുന്നതാരാ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് സ്വർഗം തുറക്കുന്നത്. ആ പ്രവാചകന്റെ പുറകിലാണ് 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ, അംബിയാ, മുർസലീങ്ങള്. അവരുടെ പുറകിലാണ് പടച്ചവനെ ശുഹദാക്കളും ബദരീങ്ങളും സഹാബത്തും താബീങ്ങളും തബഉ താബീങ്ങളും ഇമാമുമാരും ഔലിയാക്കന്മാരും സയ്യിദന്മാരും പണ്ഡിതന്മാരും പടച്ചവരെ അല്ലാഹു ഇഷ്ടപ്പെട്ടവർ മുഴുവനും ആ പ്രവാചക പുറകിലാണ് സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നത്. അള്ളാഹു ഇഷ്ടപ്പെട്ടവര് കടന്നു പോകുന്ന ഒരു സ്ഥലമാണ് സ്വർഗം. ആ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോ അള്ളാഹു ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നിന്റെ കയ്യിൽ എന്താണുള്ളത്? അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ ജീവിതത്തിൽ നീ എന്ത് സൽക്കർമ്മമാണ് ചെയ്തു വെച്ചിരിക്കുന്നത്? പടച്ചവനെ പറയാൻ നിന്നെ കൊണ്ട് നിസ്കരിച്ചിട്ടുണ്ട്, അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടെന്ന് പറയാൻ കഴിയുമോ? ഒരുപാട് സദഖ കൊടുത്തിട്ടുണ്ട്, ഒരുപാട് ഖുർആൻ ഓതിയിട്ടുണ്ട്, ഒരുപാട് ദിക്റുകൾ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ട്, ഒരുപാട് നോമ്പുകൾ പിടിച്ചിട്ടുണ്ട്. ഈ പിടിച്ച എല്ലാ നല്ല കാര്യങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം അല്ലാഹു സ്വീകരിച്ചോ എന്ന് ചോദിച്ചാൽ പറയാ നമ്മളിൽ ആർക്കാ ധൈര്യമുള്ളത്? അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, കൈമലർത്താനല്ലാതെ നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ. അതുകൊണ്ട് നമുക്കറിയാം അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ നമ്മുടെ കയ്യിലൊന്നുമില്ലെന്ന്. പിന്നെ എങ്ങനെയാണ് സ്വർഗത്തിൽ പോകുന്നത്? പിന്നെ എങ്ങനെയാണ് സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ ഞാനൊരു എളുപ്പവഴി പറഞ്ഞു തരാം. അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള ഒരു എളുപ്പവഴി പറയട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരനായ സ്വഹാബിയുണ്ടല്ലോ, ആരായ റബീഅത്ത് ഇബ്നു കഅബ് അസ്ലമി റളിയല്ലാഹു തആല അൻഹു. ഒരു ചെറുപ്പക്കാരനായ സ്വഹാബിയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനെ വല്ലാത്ത ഇഷ്ടമാണ്. നമ്മളെ പോലെ കള്ള സ്നേഹമല്ല. സ്നേഹമെന്ന് പറഞ്ഞാൽ ആത്മാർത്ഥ സ്നേഹം. മുത്തുനബി ഹൃദയത്തിന്റെ ഉള്ളറകളിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരനാ. അല്ലാഹുവിന്റെ പ്രവാചകനെ വല്ലാത്ത ഇഷ്ടമാണ്. പ്രവാചകനും അങ്ങനെ തന്നെയാണ്. ആ ചെറുപ്പക്കാരന് പ്രവാചകനും വല്ലാത്ത ഇഷ്ടമാണ്. അങ്ങനെ അല്ലാഹുവിന്റെ പ്രവാചകന് ഒരിക്കലാ റബീഅത്ത് ഇബ്നു കഅബ് അസ്ലമി റളിയല്ലാഹു തആല അൻഹു ആ ചെറുപ്പക്കാരനോട് ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകന് സ്നേഹം കൂടിയപ്പോൾ, റബീഅത്ത് ഇബ്നു കഅബ് അസ്ലമി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായ സഹാബിയുണ്ട്. ഈ സഹാബിക്ക് നബിയെ വല്ലാത്ത ഇഷ്ടം. നബിയെ വല്ലാത്ത ഇഷ്ടം, പ്രവാചകന് അതുപോലെ തന്നെ ഈ ചങ്ങാതിയെ വല്ലാത്ത ഇഷ്ടമായിരുന്നു മുത്തുനബിക്കും. അങ്ങനെ ഒരിക്കൽ സ്നേഹം കൂടിയപ്പോ ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്ക്, ഞാൻ തരാം. എന്തെങ്കിലും വേണോ ചോദിച്ചു. എന്ത് വേണമെങ്കിലും നീ ചോദിച്ചു, എന്ത് ചോദിച്ചാലും ഞാൻ തരാം. ആ സമയത്ത് ആ ചെറുപ്പക്കാരനായ സഹാബി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയെ അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, എനിക്ക് സ്വർഗ്ഗം വേണം നബിയെ, എന്നെ കൊണ്ടുപോകും, എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകും. നാളെ സ്വർഗത്തിൽ എനിക്ക് അങ്ങയുടെ കൂടെ വരണം നബിയെ, അങ്ങയുടെ കൂട്ടുകാരനാകണം. വല്ലാത്ത ചോദ്യമായി പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചു, ഔ ഗൈറ ദാലിക, വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്കുക, സ്വർഗമല്ല വേറെ എന്തെങ്കിലും വേണോ? വല്ല പണവോ അധികാരവോ സ്ഥാനമാനങ്ങളോ ഇതിലും എനിക്കൊന്നും വേണ്ട നബിയെ, എനിക്കൊന്നും വേണ്ട, എനിക്ക് സ്വർഗം മതി. എന്നെ കൊണ്ടുപോകണം. നാളെ സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ എനിക്ക് നടക്കണം. കൊണ്ടുപോകുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാൻ കൊണ്ടുപോകാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വർഗം വേണോ? തലകുത്തി വന്ന് നിൽക്കണ്ട, രാപ്പകലുകൾ കടന്ന് കഷ്ടപ്പെടണ്ട. നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വർഗം വേണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാൻ തരാം, ഞാൻ കൊണ്ടുപോകും നിങ്ങളെ എന്റെ കൂടെ, ഒറ്റയ്ക്കല്ല. മുത്തുനബി പറഞ്ഞത്, ഞാൻ സ്വർഗത്തിൽ പോകുമ്പോ നിങ്ങളെ ഞാൻ എന്റെ കൂടെ കൊണ്ടുപോകാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 5 വിഭാഗം ആൾക്കാരെ നാളെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, 5 വിഭാഗം ആൾക്കാരെ നാളെ മുത്തുനബി സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകും. അള്ളാഹു ആ 5 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിലെ ഏതെങ്കിലും ഒരെണ്ണത്തിൽ നമ്മൾ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ 5 വിഭാഗം 5 നന്മകൾ ഞാൻ പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ 5 നന്മകൾ പറഞ്ഞു തന്നു. ഈ പറയുന്ന 5 നല്ല കാര്യത്തിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങളുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ നാളെ മുത്തുനബിയുടെ കൈ പിടിച്ച് സ്വർഗത്തിൽ പോകും. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.